കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ. CPIM ശക്തി കേന്ദ്രങ്ങളിലും വലിയ വിള്ളലുണ്ടായെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നും അഹമ്മദ് ദേവർകോവിൽ 24-നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ CPIM വോട്ടുകൾ BJPക്ക് ലഭിച്ചെന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലും വോട്ട് ചോർച്ച ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി LDF സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ രംഗത്തെത്തിയത്. സൗത്തിൽ നേരത്തെയുള്ളതിൽ കൂടുതൽ വോട്ടുകൾ BJP നേടിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ഏത് പാർട്ടിയുടെ വോട്ടുകളാണെന്നത് വിശകലനം ചെയ്ത ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. LDFന്റെ മൂന്നാം ഊഴം പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളോട് അന്ന് തന്നെ ഞങ്ങളുടേതായ പ്രതികരണം ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അനവസരത്തിൽ അനാവശ്യമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അനവസരത്തിൽ അനാവശ്യമായ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തി. ഇടതുമുന്നണിക്കുള്ളിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. 2021 30,000 വോട്ടുകൾ നേടിയ BJP ഇത്തവണ 39,000-ലധികം വോട്ടുകളാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നേടിയത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.